രാവിലത്തെ ചേട്ടന്റെ ജോലികൾ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ചേട്ടന്റെ രാവിലത്തെ ഡേ ഞാൻ റെഡിയാട്ടോ. നമ്മള് എപ്പോഴാണ് റെഡിയാ കൊണ്ടുവരാം. ഇതിനെല്ലാം റെഡിയാക്കി വെച്ചാൽ കേട്ടോ. ഇതിക്കുള്ള എങ്ങനെ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ചേട്ടൻ മീൻ വറക്കണ കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു വീഡിയോ എടുത്തേക്കാന്ന് തോന്നിയേ. രാവിലത്തെ ചേട്ടന്റെ ജോലികൾ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനതാ വിചാരിച്ചത്, ചേട്ടൻ രാവിലെ വന്നു എഴുന്നേറ്റു, അതിനുശേഷം ചേട്ടൻ ഒരു കപ്പ് ചായ കുടിച്ചു തീർത്തു. ചേട്ടൻ പാൽ ചായ കുടിക്കൂല, കട്ടൻ ചായ കേട്ടോ ചേട്ടൻ കുടിക്കുള്ളൂ. അപ്പം ചേട്ടൻ ഒരു കപ്പ് ചായ കുടിച്ചു. അതിന് മുമ്പായിട്ട് ചേട്ടൻ എഴുന്നേറ്റു, മെഴുകുതിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. അന്നത്തേക്ക് മീൻകാരൻ ചേട്ടൻ വന്നു. പിന്നെ മീൻകാരൻ ചേട്ടൻ്റെ അടുത്തേക്ക് മീൻ വാങ്ങാനായിട്ട് പോയി. കേരമീൻ വാങ്ങിച്ചു. അതിൽ കുറച്ച് പീസ് എടുത്ത് വറുത്ത് ബാക്കി നമ്മളെ 3 കൂടുകളിലായിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചു. അതൊക്കെ ഷോർട്ട് വീഡിയോയിൽ വരും കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആയിട്ട് വെച്ചു. അതിന് ശേഷം ചേട്ടൻ ഇവിടെ വന്നിരുന്നു. ചേട്ടനാണെങ്കിൽ ഇപ്പം ഞാനുള്ളത് കൊണ്ട് വലിയ കാര്യമായിട്ട് കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. കൈ നനയും, ചേട്ടൻ നനയും. പണ്ട് മണിച്ചിത്രത്താഴിനകത്ത് മോഹൻലാലിൻ്റെ കൂട്ടുകാരൻ ബാബുവിനോട് പറഞ്ഞോണം, വെള്ളം 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 എന്ന് പറയണം. ചേട്ടാ കൈ നനയും. കണ്ണിൻ്റെ കുത്തിയോ തട്ട ചിലപ്പോൾ മുളക് കൊണ്ടിട്ടോ നീറിന്ന് ഇരിക്കും. അപ്പം ഞാനാണെങ്കിൽ കടലക്കറി വെച്ചു, പുട്ടുണ്ടാക്കി വെച്ചു. പുട്ട് ഇഡലിപ്പാത്രത്തിലാണ് എൻ്റെ എളുപ്പത്തിനുണ്ടാക്കുന്ന. ഇടിയപ്പത്തിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നത്. പിന്നെ ചോറ് ഇങ്ങനെ വേവിച്ച് വെച്ചു. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഇത്രയും ചോറുണ്ട്. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചില്ലല്ലോ. ഈ ചോറ് ഊറ്റണം. ചൂടാക്കണം. ചേട്ടന് ഞാൻ ചുമ്മാ ഇരിക്കുവൊന്നുമില്ലേ. ചേട്ടൻ പറയാം, ഞാൻ ഇനി എൻ്റെ ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ മുറ്റത്തേക്ക് പൊക്കോട്ടെ എന്നാ ചേട്ടൻ പറയുന്നേ. ഞാൻ ചേട്ടനെ ഇങ്ങനെ പിടിച്ചിരുത്തും. ഇനിയിപ്പൊ ചേട്ടന് മീൻ വേവിച്ച മീൻ മറുത്ത് തന്നിട്ടാ ചേട്ടൻ നാനങ്ങുള്ളൂ. ഇന്നലെ നമ്മളെ കപ്പളങ്ങ പപ്പായ ചെത്തി കഴിച്ചതിന്റെ പപ്പായ ഇന്ന് വലിയ കാര്യമായിട്ട് പാത്രങ്ങളൊന്നും കഴുകാൻ വന്നില്ലേ. ഇതിപ്പോ ചേട്ടനെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെയാണോ കാണിക്കണേ? ചേട്ടൻ എന്താ അവിടെ വന്നിട്ട് അങ്ങനെ ഇച്ചിരി വറുത്തിട്ട് മുരിഞ്ഞിട്ട് മറിച്ചിട്ട പോരെ. കടുകിട്ട പാത്രം, കടലയ്ക്ക് കടുക് പൊട്ടിച്ച പാത്രം. ഞാൻ ഇതിന്റെ ഈ പാത്രത്തിന്റെ അടപ്പ് ഞാൻ കണ്ടു, പക്ഷെ ഈ പാത്രത്തിന്റെ പാത്രം എന്തെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ കട്ടടിച്ച് ഒന്നും ചെയ്യാതെയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഇതിന്റെ കൂടി അങ്ങ് പോസ്റ്റ് ചെയ്യത്തേ ഉള്ളേ. ചായപാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പക്ഷെ ഞാൻ രസം കാണിച്ചു തരട്ടെ. ഞാൻ രസം കാണിച്ചു തരാം. ഒപ്പം തന്നെ ഞാനും ചായ എടുത്താണ് കേട്ടോ. എൻ്റെ ചായ അതേ അവിടെ ഇരിക്കുവാണ്. അപ്പൊ ചേട്ടന്റെ രാവിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ, എൻ്റെ അല്ല.
ചേട്ടൻ ഒറ്റ കയ്യിൽ നിന്നിട്ട് പാത്രം കഴുകുന്നു. ഞാൻ ആൻസിനെ വിളിക്കാൻ പോയതായിരുന്നു, അറിയോ? അത് ഞാൻ ഇത് കയറ്റി വെച്ചതാ. അതിപ്പോ പോയിന്നേ. ഇല്ല ചേട്ടാ അവിടെ പോവാ. ചോറെടുത്ത് ഊറ്റണം. അതാ ഇതിനകത്തേക്ക് ഇതിനെന്താ ചോറ് വെക്കണ്ടല്ലോ. അതിനാ അത്താഴത്തിനില്ലല്ലോ. പട്ടിക്ക് അത് കൊടുത്തു കഴിയുമ്പോ പിന്നെ നമുക്ക് പിന്നെ അത്താഴം പട്ടിക്ക് കൊടുക്കണ്ടേ? അല്ല അത് വൈകുന്നേരം പോരെ, അത് ഉച്ചയ്ക്ക് രാവിലെ വല്ല വെക്കണം. അത് വേണ്ട. പേപ്പർ ഇല്ല, പേപ്പർ അപ്പുറത്തുണ്ട്, എടുത്തോണ്ട് വന്നോ? ഓ വാവു, ചോറ് ഞാൻ കുറച്ചാ ഇടാറുള്ളൂ, കാരണം എന്നും ചോറ് ബാക്കി വരും. അത് കണ്ടില്ലേ, ഇന്നിപ്പോ ഇന്നലെ ഇത്രയും ചോറ് ബാക്കി വന്നു. അരിക്കൊക്കെ വില കൂടി. കൂടുതൽ വന്നാ പട്ടിക്ക് കൊടുക്കാം. എനിക്ക് അതാ എനിക്കൊരു പേടിയുള്ളൂ, അതാണ് എനിക്ക് പേടിയുള്ളൂ. അതായത് പാസ് ചെയ്ത് പോയത്. നീ ആ വാസ്തുവിനെ പോകുന്ന മൂത്രം ഒഴിക്കാൻ കൊണ്ടോടാ. മറ്റവന്മാരെ അഴിച്ചു വിട്ടേക്കുവാ. അമ്മമാരെ അഴിച്ചാൽ നെറ്റിനകത്തേക്ക് കയറ്റി വിട്ടു. അമ്മമാരെ അതിൽ ഓടിക്കഴിഞ്ഞ് നടന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വന്നു. എനിക്കെല്ലാം കഴുകിട്ടോ. ഇതാ ചേട്ടനാ നിൽക്കുന്നതാണ്, ചേട്ടൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. That is why it is not ചേട്ടൻസ് ഡേ ഇൻ മൈ ലൈഫ്. ചോറിട്ട് ഒന്ന് ചൂടാക്കി വെക്കാം കേട്ടോ. ചോറിനിട്ട് വെച്ചോ പാത്രത്തിലേക്ക്. ഇപ്പൊ കഴുകി വെച്ചല്ല. അല്ല അതിനകത്ത് മതി. ഇരിക്കുന്നത് മതി, അടി കിട്ടുള്ളൂ. എന്നാണ് അതാ മതി. അവിടെ വെള്ളം ചാടിയിട്ടുണ്ട്, അറിയാവോ? ഞാൻ അന്നേരം പറഞ്ഞപ്പോ എന്നാന്ന് ഇല്ല ഞാൻ ബാക്കി ചോറ് എടുത്താൽ മതി. ഒന്നും എടുക്കേണ്ട വരില്ല ചോറ്, ഇത് തന്നെ മതി. ഇന്ന് മീനൊക്കെ ഉണ്ടല്ലോ, മീൻ ഇറച്ചിയൊക്കെ ഉണ്ടോ, അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇറച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് മീനിപ്പോ വേവിക്കുവോ? അല്ല മീൻ വേവിക്കൂല. ഞാൻ മീൻ ഇച്ചിരി പൊട്ടും പൊടിയാതെ കണ്ടുണ്ട്, അത് പച്ചക്ക് തൊടുക്കും. അവിടെ വെക്കരുത്, ഡോണ്ടു ഡോണ്ടു. പാത്രത്തിൽ ഇട്ട് വേണം വയ്ക്കാൻ. അതിൽ കറ പിടിക്കും. ആ പാട് വട്ട അത് കൊണ്ടുനടക്കണതാ. അല്ലെ ആൾക്കാർ തന്നെ പറയും വൃത്തിയില്ല വൃത്തിയില്ല, സ്റ്റവ് ഇരിക്കണില്ല, ആ കുട്ടലും ചെയ്തുകൂടെയെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാ. സത്യമാട്ടോ, ചില വീട്ടിലെ സ്റ്റവ് കാണിക്കണം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. ചില വീട്ടിലെ സ്റ്റവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് അങ്ങനെ പറയത്തില്ല സുഹൃത്തുക്കളെ. സ്റ്റൗ മാത്രമല്ല, ചായപാത്രം കാണിച്ചു കൊടുക്കേണ്ട വരും. ചായ അരിക്കണ ഒരു അരിപ്പ, ഒരു 15 രൂപ കൊടുത്തൊരു അരിപ്പ വൃത്തിക്ക് ഒരെണ്ണം വാങ്ങി വെച്ചുകൂടെ? ഒരു 150 രൂപ കൊടുത്ത ഒരു ചായപാത്രം കിട്ടാൻ വാങ്ങിക്കൂടെ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താലോ എന്ന് കൂടി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക സ്ഥിതി അത്ര മോശമല്ലാത്തവരായതുകൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഓർത്ത് നമ്മുടെ കാര്യത്തിൽ അവർ ഇടപെടാൻ വരുന്നുണ്ട്. ആ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, ഞാൻ ഓർക്കാറുണ്ട്. ചില സ്റ്റവ് കാണുമ്പോഴത്തേക്ക് എനിക്ക് വരുന്ന കമന്റ് ഓർക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ആ സ്റ്റവ് കണ്ടാൽ ഇവരൊക്കെ എന്തൊക്കെ പറയുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ സ്റ്റൗവിൽ ഒരു തരി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പറയും വൃത്തിയില്ല വൃത്തിയില്ല. സ്റ്റവ് മാത്രമല്ല, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സിങ്ക്. ഒരു ദിവസം ആ പച്ചക്കപ്പ അതിനകത്തിട്ട് കഴുകിപ്പോയി. പച്ചക്കപ്പ കഴുകിയപ്പോൾ അതിൽ മണ്ണെല്ലാം വീണ് കിടന്നപ്പോൾ അന്ന് വന്ന് കമന്റ്, ഈ സിങ്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നു. മനുഷ്യൻ കപ്പ പുഴുങ്ങാൻ വേണ്ടി കപ്പ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം
ആ നമ്മൾ മണ്ണ് കഴുകി കളയൂലോ, അതിനകത്ത് വീണ് കിടക്കുമല്ലോ, എന്നിട്ട് കുത്തി തുറക്കും. ഇതെല്ലാം കൊത്തി തുറക്കിയിട്ടാ എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ. അല്ലാണ്ട് നമ്മൾ കപ്പ കഴുകുന്നു, അതിനുശേഷം കപ്പ മാറ്റുന്നു, സിങ്കെല്ലാം കഴുകി വൃത്തിയാക്കുന്നു, വീഡിയോ സിങ്കിലേക്ക് സൂം ചെയ്യുന്നു, വൃത്തിയുള്ള സിങ്ക്. അപ്പൊ എന്ത് ലോജിക്ക്? കാരണം മണ്ണ് വീണ് കിടക്കുന്ന മണ്ണ് വീണ് കിടക്കുന്ന സിങ്കിലേക്ക് എന്ത് ലോജിക്ക്? കപ്പ കഴുകിയെങ്കിലും സിങ്ക് എല്ലാം വൃത്തി. ഇതെല്ലാം ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് ഓടിപ്പടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അവിടെ കുറച്ച് മഞ്ഞപ്പൊടി വീണിട്ടുണ്ടാകും, അത് നമ്മളത് ക്ലീൻ ചെയ്തിരിക്കും. പക്ഷെ അതാരും കാണത്തില്ല. ബാക്കി ഒരു 99% നല്ല കാര്യങ്ങളുണ്ടെങ്കിലും 1% ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മോശം ആ വീഡിയോയിലുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിന് മാത്രം കമൻ്റ് ഇടാനായിട്ട് നോക്കുന്നവരുണ്ടാകും. അപ്പം ബഹുജനം പലവിധം എന്നല്ല പറയുന്നത്. നമ്മൾ പിന്നെ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്കത് വലിയ പുത്തരിയൊന്നും അല്ല. അപ്പം ചേട്ടൻ അടുത്ത ജോലിയിലേക്ക് കടന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചോറിൽ വന്നിരിക്കുന്ന ബാക്കി വെള്ളം പൊട്ടിക്കൊളഞ്ഞു. വെള്ളം ചൂടാക്കണ ചെരുവത്തിൽ. ഏത് ചെരുവത്തിലാ? നമ്മൾ വെള്ളം ചൂടാക്കണ ഗോതമ്പ് തിളപ്പിച്ച കാലത്തില. ബഹുജനം പലവിധം. ഈ തുണി കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട്. അത് പിഴിയണതിന് മുമ്പ് ഞാനത് പിഴിഞ്ഞിടാൻ വന്നതല്ലേ. പുട്ടുണ്ടാക്കി, കടല ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി, മീനും ഉണ്ടാക്കി, മീൻ വറുത്തു. ആരാ വന്നിട്ടുണ്ടല്ലോ? ആരാ വന്നിട്ടുണ്ട്? അതാണ് ബാസ്കിമോൻ ഇങ്ങനെ കിടന്ന സ്കൂളിൽ. പൈപ്പിൻ ചുവട്ടിൽ ആരോ കൈ കഴുകാനായിട്ട് വന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ ജോലികളൊക്കെ തീർന്നു. ഞാനൊരു സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ഉടുക്കാത്തൊരു സാരിയാ. ആ സാരിയുടെ സൈഡൊന്നും എനിക്കൊന്ന് ഉടുക്കാൻ അറിഞ്ഞൂടാ. ഞാനപ്പോഴേ ഒരു മെഴുകുതിരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട്, സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് സാരിക്ക് ബ്ലൗസൊന്നും ഇല്ല ഇടാനായിട്ടൊന്നും. പക്ഷേ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇടാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അരിയില്ലേ ഞാൻ ഇങ്ങനെ ഉരുക്കും. കാണിച്ച് ഇവിടെ കാണുന്നില്ല നമ്മളെ. കാണുന്നില്ലേ? ഇതുപോലെ കാണിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട വരത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് കൂടുതലും. ഞാൻ മടക്കി അടിക്കാനൊന്നും പോകത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ കെട്ടിടാൻ എനിക്കറിയാം കേട്ടോ. കുറച്ച് നൂല് ഓർത്ത് വിട്ടിട്ട് കെട്ടിട്ടാൽ മതി. പക്ഷേ ഇത് ഷിഫോൺ ടൈപ്പ് സാരിയല്ലേ, അതുകൊണ്ട് ഇത് കെട്ടിടാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒരുക്കും. ഒന്നുമില്ല ഗ്രീൻ ബ്ലൗസ് അല്ലെങ്കിൽ യെല്ലോ ബ്ലൗസ് സൂപ്പറായിരുന്നു സാരിക്ക്. അപ്പം ചേട്ടനാണെങ്കിൽ മീനൊക്കെ വറുത്ത് വെച്ചിട്ട് ചേട്ടൻ പോയിട്ട് ചോറ് തിളച്ചു, ചോറ് വാർത്തു, കടലക്കറി, ആൻസ പുട്ടും കടലേം തിന്നുക. ചേട്ടൻ വെളിയിലേക്ക് ഇറങ്ങാൻ നേരത്തതേ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടേക്കും. അപ്പോൾ ഇവിടെ ചെരുപ്പുണ്ടെങ്കിൽ ചേട്ടൻ ഈ സൈഡ് വഴിയാണ് വെളിയിൽ ചാടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ പണിയിലാണ്. എന്തേന്ന് നമുക്ക് പോയി നോക്കാം. ചേട്ടനവിടെ ജോലിയിലാണ്. ആ വയ്യാത്ത കയ്യും വെച്ചോണ്ട് ചേട്ടൻ ഇങ്ങനെ നടക്കുക. എന്തോ അവിടെ പരിപാടി? എൻ്റെ ചെമ്പരത്തി പാടെ പോയല്ലോ ചേട്ടാ. എനിക്ക് സങ്കടം വരുവാ. എനിക്ക് ചെമ്പരത്തി പാടെ പോയി. താളി തേച്ചോണ്ടിരുന്നതാ. ആ കൈ തന്നെ പിടിച്ചേക്കണം. നോക്കിക്കേ, ആ വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. ആ കൈ തന്നെ പിടിച്ചേക്കുക. ബാസ്ക്യൂ ദേ കിടക്കുന്നു. ബാസ്ക്യൂ
വീഡിയോ ആയെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് പിന്നെ മൈൻഡേ ചെയ്യത്തില്ല. വീഡിയോ ആയെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ച് എന്നെ മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ കൊച്ചിന് മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ കൊച്ച് എൻ്റെ പൊന്നോ ചെവിയൊക്കെ പിടിച്ച് വലിക്കാൻ തോന്നുക. ഇട്ടുകൊണ്ടിരുന്നിട്ടൊരു ഉമ്മ ഇട്ടേടാ. കിടപ്പൊക്കെ പാവത്തിൻ്റെ. ചേട്ടൻ ഇവിടെ കഴുകാൻ പോവുക. ചേട്ടൻ എന്നും ഇവിടെ കഴുകിയിടും. ഞാൻ രാവിലെ തേങ്ങ പൊതിച്ചതാണ് കിടക്കുന്നത്. ചേട്ടാ ആ കൈ നനയ്ക്കല്ലോ കേട്ടോ. നനഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങൂലെന്ന്. എനിക്ക് നാളെ പറ്റിയതാ. ഇത് ഷുഗർ ലോയാ. എന്നിട്ട് പോലെ എൻ്റെ ഒരു മുറിവുണ്ടായിട്ട് വെള്ളം നനഞ്ഞിട്ട്. ഞാൻ പോയി കഴിയുമ്പോൾ ചേട്ടാ വെള്ളത്തിൽ കിടന്ന് എന്നൊക്കെ പരിപാടിയാണ് ദേന്തമുരാനറിയാം. ഞാൻ ഡ്രസ്സ് പറിച്ചോട്ടെ. പിന്നെ ഞാൻ അത് സമയത്ത് എൻ്റെ പണി പിടിച്ച് കൊടുക്കാമെന്ന് നോക്കണ്ട. എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ നീ എന്നൊക്കെയുണ്ട്? ഒന്നും തുടങ്ങിയില്ലോ. നീ എന്തൊക്കെയുണ്ട്? നീ കോഴിക്ക് തീറ്റ കൊടുക്കാനുണ്ട്, ആടിൻ്റെ കൂട് ക്ലീൻ ചെയ്യാനുണ്ട്, ആടിന് വെള്ളം കൊടുക്കാനുണ്ട്, ആടിന് തീറ്റ വെട്ടണം. തീറ്റ കുറച്ച് കിടപ്പുണ്ട്. ആ തീറ്റ വെട്ടിന് ബാക്കി കൈങ്ങളെ മുറിക്കാനാ ഞാൻ ജിസിനോട് പറഞ്ഞായിരുന്നു. ജിസിനോട് വരാൻ അത് 11-12 വൈകുന്നേരം ഞാൻ വന്നിട്ട് നമുക്ക് പോയിട്ട് മുറിക്കാൻ ചേട്ടാ. ഞാനും പുല്ല് മുറിക്കാം. ഞാൻ ഡ്രസ്സ് പറിക്കട്ടെ. ഞാൻ റെഡി കേട്ടോ. നമ്മള് എപ്പോഴാണെങ്കിലും റെഡിയാ കൊണ്ടുവരാം. ഇതിനെല്ലാം റെഡിയാക്കി വെച്ചോ കേട്ടോ. ആ ഇത് കൂടുതൽ എങ്ങനെ കോൺഗ്രസ് ചെയ്യണം പറ്റില്ല. ഇവന്റെ കിടപ്പ് നോക്കിയ വാലൊക്കെ തൂക്കിയിട്ട്. എന്നാലും മാറില്ല അല്ലേ പാവം. എനിക്കൊരു ചെരുപ്പേ ഉള്ളു. അവന്റെ 3 ചെരുപ്പ് കിടക്കണ. ആ അവനോട് ഞാൻ പറയാ. വൈകുന്നേരം വരുമ്പോ മാറ്റും. ഇപ്പൊ യൂണിഫോം ഇട്ട് നിക്കുവാ. കൊച്ച എങ്ങ് പോരെ ബാസ്കോ ബാ ഇങ്ങോട്ട് ഇവിടെ വന്ന് കിടന്നോളും ചേട്ടാ. പാവല്ലേ. ബാ ബാ അവിടെ അല്ല അവിടെ എങ്ങനെ കിടക്കണേ. പോവില്ല ചേട്ടാ പോവില്ല. ഇങ്ങോട്ടാ ആദ്യം തന്നു ചേട്ടാ. ഇങ്ങോട്ട് ഇറക്കി നിർത്താ. ബാ വാ വാ മോനെ ബാ പോരെ. അവിടെ വന്നോട്ടാ. ഇവിടെ കിടന്നോ ആടാ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. ഞാൻ ചോറ് ലഞ്ച് എടുത്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് ഓർത്തു. കണ്ടോ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്ത് ഒരു സാരി കൊടുത്ത് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു മാലയിട്ട് ഭയങ്കര കോമഡിയാണ് സുഹൃത്തുക്കളെ എൻ്റെ കാര്യം. ഇങ്ങനെയൊക്കെയാണല്ലോ. അയ്യോ ഇത്രയും ചോറ് കഴിക്കൂല. കടല ചാറ് വേണ്ട, കടല മാത്രം മതി. എന്നാ ചേട്ടാ വെക്കാലോ മിന്നി. ചോറിനേക്കാൾ കൂടുതൽ കറിയുണ്ട്. അപ്പം ഇത് മതി എനിക്ക് ലഞ്ച്. കറി ഇന്നലെ ഉണ്ടാക്കിയ കറി എല്ലാം ഫ്രിഡ്ജിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കാത്ത. അല്ലെങ്കിൽ ഞാൻ ഈ വാഴക്കൂമ്പ് എടുത്തിട്ട് തന്നെ തോരൻ വെക്കാന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു.
പിന്നെ കടല വെക്കാതെ മറ്റേ വാഴക്ക ചൂടാക്കി മതിയാണല്ലോ. ലഞ്ച് ബോക്സ് ഇത്രയും കറികൾ ഉണ്ടാക്കണമല്ലേ ചേട്ടാ പാകം? ഒത്തിരി ഉണ്ടാക്കിയാൽ കുറേ ബാക്കിയും വരും, നമ്മളൊട്ട് കഴിക്കുകയോ ഇല്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ. ചേട്ടൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തീരാറായി, ഞാനും കഴിക്കട്ടെ. അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ കോളേജിലേക്കും ചേട്ടൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്കും. ലേറ്റായിപ്പോയി. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവൻ. പാപ്പ കത്തിച്ചു വിടും പാപ്പ, ഇങ്ങനെ പതുക്കെ പോകാൻ. ആവശ്യമുള്ളപ്പോ ഈ ചേട്ടന് സ്പീഡ് എടുക്കൂല. അതുവരെ വേണ്ട വേണ്ട, ആ പുള്ളി കത്തിക്കാൻ നിക്കണതാ. പാപ്പ കത്തിച്ച് 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 കത്തിച്ചാലും പാപ്പന് 60 കയറൂല. കത്തിക്കാനുള്ള അറിവ് നാട്ടുകാരുടെ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടിയാവളെ ചുമ്മാ മിണ്ടാ. അപ്പൊ നാട്ടുകാരുടെ വണ്ടിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടിക്കാതാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ ഒരു മീഡിയ ഏത് വണ്ടി എടുത്താലും ഞാൻ ആ ഓവർ സ്പീഡിൽ ഞാൻ പോകില്ല. പോകും എന്തെങ്കിലും അത്യാവശ്യം വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ പോകും. അല്ലെ ഹൈവേ കയറി കഴിഞ്ഞാൽ ഞാൻ വണ്ടി വിടും. അല്ല ഈ വഴിക്ക് നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങള് കോളേജ് ബസ്സിൽ ഇങ്ങ് വരുമ്പോഴില്ലേ, ആ മുതലക്കുടത്ത് കഴിച്ച് ഭയങ്കര ബ്ലോക്കാട്ടോ. ഇങ്ങോട്ട് ബ്ലോക്ക് കുറവാ, അങ്ങോട്ട് ബ്ലോക്കായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ നമ്മള് പോണേ അങ്ങനെ ബ്ലോക്കായിരുന്നു. അന്നേരം ഒരു കാറുകാരൻ നേരെ കേറിങ്ങ് വന്നു ചേട്ടാ, കറക്റ്റ് ഞങ്ങളുടെ കോളേജ് ബസ്സിന്റെ മുമ്പിലേക്ക്. ഞാൻ നോക്കിയപ്പോ അതിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ആ പുള്ളിയുടെ ഭാര്യ ഇരിക്കണം ഇങ്ങനെ. ദൈവമേ, കൂട്ടിയിടി നടന്നേനെ ഒരു ചുവന്ന കാറ്. പേടിച്ചു പോയി. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. നമ്മളിപ്പോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വണ്ടി എടുത്താൽ ഇത്ര മിനിറ്റ് കൊണ്ട് ഇരിക്കാൻ ഞാൻ കോളേജിൽ എത്തുമെന്ന് എനിക്കറിയാം. വലിയ ഓവർ വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. 10 മിനിറ്റ് അല്ലേ ഉള്ളു ചേട്ടാ വീട്ടിൽ നിന്ന്? 10 മിനിറ്റ് മതി, സുഖമായിട്ട് 10 മിനിറ്റ് കൊണ്ട് എത്തും സുഖമായിട്ട്. അല്ല 12, എവിടെയെങ്കിലും ചെറിയ ബ്ലോക്ക് വന്നാലും ശരി 12 മിനിറ്റ് അത്രേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബിൻഡോസ് ഡ്രീംസ്. ബൈ.